ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 25-ാമത്തെ വാക്യം. നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അവൻ നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞതാണ്. കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നുള്ളതാണ്. പ്രേക്ഷകർ, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും കർത്താവ് ചോദിക്കുക, നിങ്ങളുടെ വിശ്വാസം എവിടെയാ? വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു അനുഭവം. ഒരു വീട്, അതിനൊരു പൂട്ടുണ്ട്, കള്ളൻ തുരന്ന് കയറാതിരിക്കാൻ വേണ്ടി. കടകൾക്കെല്ലാം പൂട്ടുണ്ട്. വാഹനങ്ങൾ ചലിക്കണമെങ്കിൽ അതിന്റെ പൂട്ട് തുറക്കണം. എല്ലാ സാധനങ്ങളും അതിൻ്റെതായ സുരക്ഷിതത്തിന് വേണ്ടി പൂട്ടിട്ട് ഉറപ്പിക്കും. അതിനെല്ലാത്തിനും താക്കോലുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ആത്മജീവിതത്തിൽ നാം വിശ്വാസത്തിൽ ഉറച്ചു മുന്നോട്ട് പോകണമെങ്കിൽ വിശ്വാസം എന്ന പൂട്ട്, വിശ്വാസം എന്ന താഴിട്ട് നമ്മളെ എപ്പോഴും സൂക്ഷിക്കണം. വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം തകർന്ന് തരിപ്പണമാകും. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 22 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാം എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്കൽ ചെന്ന്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്ന് ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. ഇതിന്റെ ഈ വചനത്തെ കുറിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പ്രൈസലോ, ഇന്ന് വീണ്ടും ഈ വചനഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നമ്മളുടെ വിശ്വാസം വർദ്ധിക്കണം, പ്രത്യാശ വർദ്ധിക്കണം. ആത്മജീവിതം എന്ന് പറയുന്നത് വളരെ ജാഗ്രതയോടെ, വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടത്. ശത്രുക്കൾക്ക് നമ്മുടെ ആത്മജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ നമ്മൾ അവസരം കൊടുക്കരുത്. അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വരാൻ ഇടയാകരുത്. ആത്മീയത എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ ആത്മീയത, നമ്മുടെ ആരാധന മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തുവാണ് എന്ന് വരുത്തി തീർക്കാനാകരുത്. എൻ്റെ താഴ്മയും വിനയൊക്കെ വേണം. പ്രൈസോ, നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു ഇന്ന് ചോദിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നുള്ളതാണ്. അപ്പൊ യേശു ശിഷ്യന്മാരുമായുള്ള യാത്രയിൽ അല്ലെങ്കിൽ കടലിൽ, തടാകത്തിൽ ഇത്ര വലിയ തിരകളോ ഓളങ്ങളോ ഉണ്ടായപ്പോൾ ഒരു നിമിഷം അവർ ചിന്തിച്ചാൽ മതി, ഞങ്ങളെ കൈവിട്ട് കളയാതെ ഞങ്ങളെ സൂക്ഷിക്കുവാൻ കഴിയുന്ന ഞങ്ങളുടെ ഉടയവനായിരിക്കുന്ന ക്രിസ്തു ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് ഈ തടാകം എത്ര ഇളകിയാലും, എത്ര ചുഴലിക്കാറ്റടിച്ചാലും ഈ തടാകത്തിന് ഞങ്ങളെ മുക്കിക്കളയാൻ കഴിയില്ല. കാരണം ഈ തടാകത്തെ സൃഷ്ടിച്ചവൻ, ഈ തടാകത്തിന്റെ സൃഷ്ടാവ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന പടയിലുണ്ടെന്നൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ തടാകത്തിന്റെ കോപം ഒരുപക്ഷെ അവിടെ നിലച്ചേനെ. പക്ഷെ ആ വിശ്വാസം ശിഷ്യന്മാർക്കില്ലാതായിപ്പോയി. പ്രൈസോ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും ഭവനത്തിലായിരിക്കുമ്പോൾ, ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഒരുപാട് കടന്നു വരാം. തടാകത്തിൽ ചുഴലിക്കാറ്റടിച്ച് പടകിനെ മുക്കുമാറാക്കിയതുപോലെ നിങ്ങളുടെ ജോലി മേഖലയിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിലും, ഭവനത്തിലും, സഭയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉയരാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമാണ്, ഈ കാണുന്നതിനെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് എന്നെ ഈ തടാകത്തിന് മുക്കിക്കളയാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നം തന്നെ മുക്കിക്കളയാൻ കഴിയില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാ, ഞാൻ നിൽക്കുന്ന സ്ഥലം ദൈവത്തിൻ്റെതാണ്, ഞാൻ നിൽക്കുന്ന ഈ വീട് ദൈവത്തിൻ്റെതാണ്. കാരണം ഇതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണല്ലോ സൃഷ്ടിച്ചത്.
ഒരു വ്യക്തിയുടെ കയ്യിലാണെങ്കിലും ദൈവമായിട്ട് എന്നെ ഇവിടെ നിയോഗിച്ചയച്ചതാണ്, ദൈവമായിട്ട് എന്നെ നിയോഗിച്ച് നിർത്തിയതാണ്. അതുകൊണ്ട് എനിക്കെതിരെ എന്തെല്ലാം പോരുകൾ വന്നാലും ഞാൻ ചിന്തിക്കുന്നത്, സൃഷ്ടമായി ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്, സൃഷ്ടമായി ദൈവം ഉള്ളത് കൊണ്ട് എനിക്കെതിരെ കടന്നു വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ചെയ്യിപ്പാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. അല്ലേ, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണം കേട്ടോ. തടാകത്തെ നിർമ്മിച്ചവൻ, തടാകത്തെ സൃഷ്ടിച്ചവൻ കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ കാറ്റിനെയും ആ തടാകത്തെയും ഭയപ്പെടുന്നത്? സൃഷ്ടാവ് എന്റെയും നിന്റെയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസലോ. പക്ഷെ നമ്മളെല്ലാം പരിജ്ഞാനത്തോടു കൂടി ചെയ്യണം. നമുക്കെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് അത് നമ്മൾ ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. പ്രൈസലോ. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധി നേരിടാൻ സാധ്യതയുണ്ട്. പലരുടെയും വിശ്വാസം, പലരുടെയും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കിയിട്ട് അത് പിന്നത്തേതിൽ നശിച്ചു പോകുന്നത്, പിന്നെ അതിലേക്ക് ഉയരുവാൻ കഴിയാതെ പോകുന്ന അനവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലേലിയ. ഇവിടെ വിശ്വാസം എന്നത് അല്ലേലിയ ഒരു വലിയ കാര്യമാണ്. സ്തോത്രം. വിശ്വാസം എന്ന വലിയ കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ അകബോധം ഉണ്ടാകണം. അകത്ത് ബോധം. അല്ലേലിയ. പുറമേയുള്ള ബോധം അല്ല, അകത്ത് സുബോധം ഉണ്ടാകണം. പ്രൈസലോ. അപ്പം വിശ്വാസം എന്നത് ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നതാണ്. വിശ്വാസം എന്നത് ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നതാണ്. മനുഷ്യനെ അല്ല ആശ്രയിക്കേണ്ടത്. രാജാക്കന്മാരിലോ രാജ്ഞിമാരിലോ പ്രമാണിമാരിലോ അധികാരികളോ നിയമജ്ഞന്മാരുടെ മുമ്പിലോ ജുഡീഷ്യറിയോ ക്രമസമാധാന പാലകരെയോ മതങ്ങളെയോ മത നേതാക്കന്മാരെയോ രാഷ്ട്രീയക്കാരെയോ അല്ല ആശ്രയിക്കേണ്ടത്. അവരൊക്കെ അവരുടെ പണി ചെയ്തോട്ടെ. നമ്മളെ കാര്യം നോക്കി നടന്നാൽ അവരൊന്നും നമുക്ക് പ്രശ്നമാകത്തില്ല. നമ്മൾ ആശ്രയിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. വിശ്വാസം എന്നത് അത് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് വിശ്വാസം തന്നത്. ആ വിശ്വാസമാണ് ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടു പോയത്. തടാകത്തിൽ ആമെ ചുഴലിക്കാറ്റുണ്ടായപ്പോൾ തടാകത്തെ നിർമ്മിച്ചവൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടപ്പോൾ, ആശ്രയം നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ പറയുന്നത്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. അവർ പറയാൻ കാരണമായത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ നോക്കി, നിങ്ങളുടെ എല്ലാ ജീവിത മേഖലയിലും കോളിളക്കങ്ങൾ ഉയർന്നു വരാൻ സാധ്യത. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അനേക കോളിളക്കങ്ങൾ വരും. ഹല്ലേലൂയ. ചുഴലിക്കാറ്റ് പോലെ പ്രശ്നം നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ചുഴലിക്കാറ്റ് പോലെ പ്രശ്നം കടന്നു വരും. സകലതും നിനക്ക് തടസ്സമായി തീരത്തക്ക പോലെ, സകലതും നിനക്ക് പ്രതികൂലമാകത്തക്ക പോലെ ജീവിതത്തിൽ നിരയാനിരിക്കും. പ്രൈസലോ. ഹല്ലേലൂയ. 100% നമ്മൾ ദൈവത്തിന് വിശ്വസിച്ചോണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ എന്ന് പറയുന്നത് വളരെ പരിജ്ഞാനപരമായിട്ട് ചെയ്യേണ്ടതാണ്. ചില ആളുകളുണ്ട്, ചില സഹോദരന്മാരുണ്ട്, സഭയ്ക്കകത്ത് ഒരു പരിജ്ഞാനമില്ല. എനിക്കൊരു സഹോദരൻ സഭയ്ക്കകത്തൊന്നും വളരെ കിടന്നങ്ങ് കാറി കൂവി ഒച്ചയുണ്ടാക്കി ബഹളമുണ്ടാക്കി എന്താ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അറിയില്ല. സഭയ്ക്കകത്ത് ഇരിക്കുന്നവരെയും കൊണ്ട് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ കഴിയാത്ത വിധത്തിൽ ഭയങ്കര ശബ്ദകോലാഹലമാണ്. അല്ലേ, അത് അന്യഭാഷയ്ക്കോ എന്താ പറയുന്നതിനെ തിരിച്ചറിയത്തില്ല. ഇപ്പം പുതിയതായിട്ട് അന്യഭാഷയിൽ പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അന്യഭാഷ പാട്ട് പാടുന്ന ഒരുപാട് ദിവസം വരെ മീറ്റിംഗ് പോയിട്ട് ഇദ്ദേഹം പറയുന്നതുമായിട്ട് ഇദ്ദേഹം കുറെ ലാലാ വെച്ചുകൊണ്ട് പറയും. അന്യഭാഷയാണോ എനിക്കറിയത്തില്ല. അങ്ങനെയാണ് പുള്ളി. ഈ കത്തോലിക്ക പാരമ്പര്യ അല്ലെങ്കിൽ കരിസ്മാറ്റിക്കിലൊക്കെ അങ്ങനത്തെ സംഭവം കേൾക്കാറുണ്ട്. അപ്പം ഭയങ്കര ശബ്ദം. അല്ലെ, ആ സഭയിലെ പാസ് പറഞ്ഞു, ആ ശകരം ഒന്ന് ശബ്ദം കുറയ്ക്കാൻ. അല്ലേ, ആ ശബ്ദം ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ അമിതമായ ശബ്ദം. അമിതമായ, സാധാരണ സഭയിൽ നല്ല ശബ്ദം തന്നെയുണ്ട്. അമിതമായ ശബ്ദം വന്നപ്പോൾ അല്പം കുറയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേനകത്തേക്കും രോഷാകുലമായി അദ്ദേഹത്തിന്റെ ആത്മീയത പോയി, അഭിഷേകം പോയി, അന്യഭാഷ പോയി, വിശുദ്ധി പോയി, പ്രമാണം പോയി, പിന്നെ അങ്ങ് പുറപ്പായി. എന്താലേ. അല്ലേ, ദൈവത്തിന് ആശ്രയമില്ലാത്ത പലരെയും കാണാൻ കഴിയും. അല്ലേ, ആരാധനയും പ്രാർത്ഥനയും ഒക്കെ പരിജ്ഞാനത്തോട് ചെയ്യേണ്ടതാണ്, വിവേകത്തോടെ സുബോധത്തോടെ ചെയ്യേണ്ടതാണ്. അത് മറ്റുള്ളവർക്ക് പ്രയോജനം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം, കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകണം. പ്രൈസ്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത്, നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. വിശ്വാസം ഭയത്തെ അതിജീവിക്കുന്ന ദൈവിക ശക്തിയാണ്. വിശ്വാസം എന്ന് പറഞ്ഞത് ഭയത്തെ അതിജീവിക്കുന്ന ദൈവശക്തിയാണ്. വിശ്വാസം എന്നത് സർവായുധ വർഗമാണ്. ഹല്ലേലൂയ.
അപ്പം വിശ്വാസം എന്നത് അല്ലേലൂയ മാർഗവചമായും പരിചയമായും നമുക്ക് വെളിപ്പെടും. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ലെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും കാണാൻ കഴിയും. അല്ലേലൂയ. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് അല്ലേലൂയ എന്താണ്? ദൈവിക ശക്തിയാണ്. ഏത് പ്രതികൂലത്തെയും ജയിക്കാൻ നമുക്ക് ദൈവിക ശക്തി വേണം, ആത്മാവിന്റെ ശക്തി വേണം. വിശ്വാസം എന്ന സർവായുധവർക്കും വിശ്വാസം എന്ന പരിചയം നമ്മൾ എപ്പോഴും കരുതിക്കണം. പ്രൈസറോ. ഇപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അല്ലേലൂയ 28-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. എന്താണ് ഈ വചനം ഇങ്ങനെ പറയാൻ? അടിസ്ഥാന കല്ല് വാഗ്ദാനം ചെയ്യപ്പെടുന്നതാണ്. പ്രവാചകരുടെ അടിസ്ഥാന കല്ലിനെ വാഗ്ദാനം ചെയ്യുക. ഇത് യെരൂശലേമിലെ അധിപതികൾക്കുള്ള ഒരു താക്കീതാണ് ഈ വചനം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എഫ്രൈമിന്റെ നാശം യെരൂശലേം നിവാസികൾക്ക് ഒരു മുന്നറിയിപ്പായിരുന്നു. അശൂരിനെതിരെ മത്സരിക്കാൻ മിസ്രയീമുമായി ഹല്ലേലൂയ യഹൂദ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ തനിക്കെതിരായ ഒരു മത്സരമായിട്ടാണ് ദൈവം അതിനെ വീക്ഷിച്ചത്. എന്താണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഹല്ലേലൂയ. അശൂരിനെതിരെ മത്സരിക്കാൻ മിസ്രയീമുമായി ഹല്ലേലൂയ യഹൂദ ഹല്ലേലൂയ ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയെ കുറിച്ച് ദൈവം ചെയ്തത് ദൈവത്തിനെതിരായിട്ടാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിനെതിരായിട്ടാണെന്ന് ദൈവം വീക്ഷിച്ചത്. പെരുവെള്ളത്തെ തടഞ്ഞു നിർത്തുവാൻ ഹല്ലേലൂയ താൽക്കാലികമായ ഒരു തടയിണ ഉണ്ടാക്കുന്നത് പോലെ മാത്രമേ ഈ ഉടമ്പടി ഇരിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ ഓർപ്പിക്കുകയാണ്. അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, ഞാൻ ന്യായത്തെ അളവ് ചരടും നീതിയെ തൂക്കുകട്ടയും ആക്കി വെക്കും. കൽമഴ വ്യാജ ശരണത്തെ നീക്കിക്കളയും. വെള്ളം ഒളിപ്പിടത്തെ ഒഴുക്കിക്കൊണ്ടുപോകും. മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലമാകും. പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുകയില്ല. അല്ലിയ പ്രവഹിക്കുന്ന ബാധ അല്ലിയ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. ഇതൊക്കെ ദൈവം നമുക്ക് ചില മുന്നറിയിപ്പ് തരുന്നതാണ്. അപ്പൊ നമ്മൾ ദൈവത്തോട് അവിശ്വസിക്കാതെ അടിസ്ഥാനക്കല്ലായ മൂലക്കല്ലായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് വേണം അവരുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനക്കല്ല് മൂലക്കല്ലെന്നൊക്കെ പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ലോകത്തെ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യരുത്. ഹല്ലേലൂയ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് 118-ാം സംഗീതം 8-ാം വാക്യമൊക്കെ പറയുന്നത്. ഈ ലോകത്തെ നിങ്ങൾ ഒരിക്കലും ആശ്രയിക്കരുത്. ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നീ പല പ്രശ്നങ്ങളുടെ കടന്നു പോകുന്നവരാ. നിങ്ങൾക്ക് ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്ക് മറ്റൊരാളോട് പറയുവാൻ കഴിയാത്ത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള പങ്കുവെക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ബലം ക്ഷയിച്ചിട്ടുണ്ട്. ആരോടെങ്കിലും എന്റെ വിഷയങ്ങൾ പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അടിസ്ഥാനക്കല്ലായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നിന്റെ വിശ്വാസം ഉറപ്പിക്കണം. ഒരിക്കലും ഒരു സഹോദരി എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. പ്രാർത്ഥിക്കുവാൻ വിളിച്ച് അവരുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പം അവരോട് പറഞ്ഞു, എന്റെ പാസ്റ്റർ ഞാൻ ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ല. എന്റെ കൂട്ടത്തിൽ പറയാൻ പറ്റത്തില്ല, എന്റെ സഭയിൽ പറയാൻ പറ്റത്തില്ല, ഞാൻ പോയി കൂടുന്നിടത്ത് പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ മൊത്തം ജനമറിയും. ലേരിയ പിന്നെ എനിക്കത് വലിയ പ്രശ്നമാകും. ഞാൻ ഈ വിഷയത്തിനകത്ത് ഭയങ്കര വേദനയെ സങ്കടപ്പെടുക. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ ചിന്തിച്ചപ്പോഴും ശരിയാ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. എല്ലാ കാര്യങ്ങളും ചെന്ന് സഭയിലെ പാസ്റ്ററോട് പറയരുത്. എല്ലാ കാര്യങ്ങളും സഭയിലെ പാസ്റ്റർ കൊച്ചുമ്പോഴും പറയരുത്. എല്ലാ വിഷയങ്ങളും നിങ്ങൾ സഭാവിശ്വാസികൾ പറയരുത്. അത് 1000 പേരെ അവരറിയിക്കും. അല്ലേ? സ്തോത്രം. നിങ്ങൾ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ
ഞാൻ കണ്ടുവരുന്നു. അങ്ങനെ തന്നെ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ആരോടും പറയരുത് എന്ന് പാസ്റ്റർ ഭാര്യയോട് പറയും. അവർ മാറിക്കഴിയുമ്പോൾ അവർ വരും, നീ ഒരു കാര്യം പറഞ്ഞു, ആരോടും പറയരുതെന്ന് അവൾ പറഞ്ഞിരിക്കുന്നത്. അവളത് കേട്ടു. ഉടനെ മറ്റുള്ളൂ, ആരോടും പറയരുത്. ആ പാസ്റ്ററിന്റെ സഭയിലെ വിശ്വാസം ഉണ്ടല്ലോ, അച്ഛൻ ഇങ്ങനൊരു കാര്യമുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ആരോടും പറയരുത്, രഹസ്യമായിരിക്കണം. അപ്പം പുള്ളിയും കൂടെ ഇതിങ്ങനെ കൊണ്ട് ശരിക്കും അല്ലെങ്കിൽ സഭയുടെ ഗുണമാകട്ടോ. അല്ലേലും അത് ചില വിഷയങ്ങളൊക്കെ നമ്മൾ ആരോടും പറയാൻ പാടില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, എന്റെ പാസ്റ്ററെ ആരോടും പറയും. ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും പറയത്തില്ല. നിങ്ങളെന്നെ വിശ്വസിച്ചാണ് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചത്. ഞാൻ നിങ്ങളുടെ വിഷയം ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പേരോ നിങ്ങളുടെ സ്ഥലമോ നിങ്ങളുടെ സഭയോ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പൊതുവിൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇതെന്തുകൊണ്ട് പറയും? ഞാൻ അവരുടെ പേര് സ്ഥലവും വീടൊന്നും പറയില്ല. ചില മനുഷ്യന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് പറയുന്നത്. അങ്ങനെ മനം മടുത്ത, സങ്കടപ്പെട്ട്, നിരാശപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട് കേട്ടോ. അല്ലേരിയ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ആ സൗദിയുടെ വിഷയങ്ങൾ മുഴുവൻ എന്നോട് പങ്കുവെച്ചു. ഞാൻ വളരെ സൗമ്യതയുടെ ഭാഷയിൽ അവരുടെ ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊടുത്ത്, സമാധാനത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊടുത്ത്, അവരുടെ ഹൃദയത്തിനകത്ത് തളങ്കെട്ടി നിന്ന മാനസികമായ പ്രശ്നങ്ങളെ അതൊന്നും അവരിൽ നിന്ന് മാറിപ്പോ സ്വതന്ത്രമാകത്തക്ക നിലയിൽ ഞാൻ അവരോട് വചനം പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ അടിസ്ഥാനക്കല്ലായിരിക്കുന്ന, വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന, മൂലക്കല്ലായിരിക്കുന്ന യേശുവിനോട് നിന്റെ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം നിനക്കൊരു മറുപടി തരാതിരിക്കത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു വെച്ച് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ സൂര്യ എന്നെ വീട്ടിൽ വിളിച്ചു എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അന്നത്തെ പ്രാർത്ഥിച്ചതിന് ശേഷമായി പിന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. എൻ്റെ ജീവിതത്തിൽ നിരാശകളും സങ്കടങ്ങളെല്ലാം മാറിപ്പോയി. അല്ലേലിയ. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. അത് നമ്മൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതിന് രഹസ്യമായി സൂക്ഷിക്കണം. പുറത്ത് പറയാൻ വയ്യാത്ത അനവധി കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് ഒരുപാട് സ്വകാര്യതയുണ്ട്. ആരുടെ സ്വകാര്യതയ്ക്കകത്തേക്ക് അവൾ പ്രവേശിക്കരുത്. ഒരാളുടെ വിഷയങ്ങളെ നമ്മോട് പറഞ്ഞ് അവരാരോട് നമ്മൾ പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓർമ്മ നമ്മളോട് പറയുമ്പോൾ നമ്മൾ മാത്രമേ വിഷയം അറിഞ്ഞ് പ്രാർത്ഥിക്കാറുള്ളൂ. അല്ലേല് അവർക്കൊരു വിടുതൽ ഇട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞോട്ടെന്നേ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് ദൈവം ഒരു വിടുതലെന്ന് അവർ പറയട്ടെ. നമ്മളായിട്ടത് കൊട്ടിഘോഷിച്ച് നടക്കരുത്. 2 രൂപയുടെ മുട്ടയിട്ട കോഴി ലോകത്തെ മുഴുവൻ നടക്കുന്നതിനെ കുരയ്ക്കുന്നത് പോലെ, കൂവുന്നത് പോലെ നമ്മളെന്തെങ്കിലും ചെയ്തേച്ച് ലോകത്തെ മുഴുവൻ അറിയിക്കരുത്. സൂക്ഷിച്ചു വേണം. അപ്പം വിശ്വാസമാണ് ഇവിടെ ആവശ്യം. ശിഷ്യന്മാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. താങ്കളോടുകൂടെ യേശു ഉണ്ടായിട്ടും വിശ്വാസമില്ലെന്നായി. ഇന്ന് പലരുടെയും കൂടെ അത് തന്നെ, യേശു ഉണ്ടായിട്ടും വിശ്വാസമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരത്തെ പ്രയോജനപ്പെടുത്തണം, രക്തം ചെയ്യണം. അപ്പം വിശ്വാസം എന്നത് പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. വിശ്വാസം എന്നത് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ്. നമ്മുടെ വാഹനം ഓടിക്കുവാൻ അതിനകത്ത് ഇന്ധനം ഒഴിക്കണം. ഫ്രൈസർ ഒരു ജനറേറ്റർ ഉപയോഗിക്കാനായിട്ട് ഇന്ധനം ഉപയോഗിക്കണം. അല്ലാതെ ഇന്ധനം ഉപയോഗിച്ചാൽ മറ്റൊന്ന് അതിന് വൈദ്യുതി തന്നെ ഉപയോഗിക്കണം. ഫ്രൈസറോ. അപ്പൊ എന്ത് പ്രവർത്തിക്കണമെങ്കിലും അതിന്റെ പിന്നൊരു ശക്തി ആവശ്യമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആത്മജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വിശ്വാസം എന്ന് പറയുന്ന ശക്തി നമ്മളിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. പ്രൈസറോ. ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ വിശ്വാസം എന്ന് പറയുന്ന ശക്തി നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അത് നിന്നു പോകരുത്. രക്തം ചെയ്യും. പ്രൈസറോ. പലരുടെയും ഉള്ളിൽ വിശ്വാസമുണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്ന ശക്തിയല്ലെന്ന് മാത്രം. വിശ്വാസം പ്രവർത്തിക്കുന്ന ശക്തിയായി മാറണം. ഹല്ലേലൂയ. നമ്മൾ ഉപയോഗിക്കുന്ന ഈ കറണ്ട്, ഹല്ലേലൂയ, അത് ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഹൗസ് ഇല്ല, ഹല്ലേലൂയ, അത് അവിടെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ഈ ലൈനിലൂടെ വന്ന് അത് പ്രവർത്തിക്കുന്ന ശക്തിയായി മാറുന്നില്ലെങ്കിൽ നമുക്ക് വെളിച്ചം കാണാൻ പറ്റത്തില്ല. കാരണം വെള്ളത്തിൽ നിന്ന് അത് വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നു. ഇപ്പം പല മാർഗങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടാക്കുന്നു. അത് ഉണ്ടാക്കിയിട്ട് അത് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായിട്ട് അത് ഓരോ സ്ഥലങ്ങളിലേക്ക് അതാ കടത്തിവിടുകയാണ്. അതൊരു വിശ്വാസമാണ്. അതും വിശ്വാസം പ്രവർത്തിക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസം എന്ന് പറയുന്ന പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ്. ഹല്ലേലൂയ. അതൊട്ടും അയയാൻ പാടില്ല. ഹല്ലേലൂയ.
അപ്പം വിശ്വാസത്തിന് അല്ലെങ്കിൽ ആമിലലിയ സാധ്യമായും അടിസ്ഥാനമായതും കർത്താവിന്റെ കരമാണ്. വിശ്വാസത്തിന് അല്ലെങ്കിൽ സാധ്യമായതും അടിസ്ഥാനമായതും കർത്താവിന്റെ കരമാണ്. വിശ്വാസം നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ജയാളിയാകാൻ പറ്റത്തുള്ളൂ. വിശ്വാസം എന്ന് പറഞ്ഞ ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നാം ജയാളിയായി മാറുന്നത്, പരാജിതനായി മാറത്തില്ല. ഇന്ന് നീ പരാജയപ്പെട്ടിരിക്കുന്നതിന്റെ കാരണം, പരാജയ ഭീതി നിന്റെ മേലുള്ളത് വിശ്വാസം എന്ന ശക്തി നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലേ? കാരണം ശിഷ്യന്മാരെ പോലെ അവിശ്വാസം എപ്പോഴും നിന്റെ ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കുകയാണ്. ചിലർ ചോദിക്കും, എന്റെ പാസ്റ്റർ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ലേ, എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരത്തില്ലേ, എന്നെ എന്റെ കുടുംബത്തിന് ദൈവത്തിന് വേണ്ടേ, എന്നെ ദൈവത്തിന് ഇഷ്ടമില്ലേ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകാറുണ്ട്. വിശ്വാസത്തിന്റെ ശക്തി പ്രവർത്തിക്കാതിരിക്കത്തക്ക നിലയിൽ സാത്താൻ തന്ത്രങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് അവിശ്വാസം എന്ന് പറയുന്ന ശക്തി പ്രവർത്തിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, അവിശ്വാസം എന്ന് പറയുന്ന ശക്തി അല്ല നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ടത്. വിശ്വാസം എന്ന് പറയുന്ന ശക്തി പ്രവർത്തിച്ച് നിന്റെ ആത്മജീവിതത്തിൽ സാധ്യമായതും അടിസ്ഥാനപരമായ എല്ലാ വിജയങ്ങളും നിനക്ക് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി കർത്താവിന്റെ കരം നിന്നോട് കൂടിയിരിക്കണം. രക്തംശയം പ്രൈസരോ, നീ നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. അപ്പം നമ്മളുടെ വിശ്വാസത്തിന്റെ എതിർ ശക്തി എന്ന് പറയുന്നത് അവിശ്വാസത്തിന്റെ ശക്തിയാണ്, ഭയത്തിന്റെ ശക്തിയാണ്. വിശ്വാസത്തിന്റെ എതിർശക്തി അവിശ്വാസത്തിന്റെ ഭയത്തിന്റെ, അത് സാത്താൻ കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. സാത്താൻ അവന്റെ ദൂതന്മാരും നിനക്ക് ചുറ്റും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നിൽക്കുക. സാത്താനും അവരുടെ ദൂതന്മാരും അവിശ്വാസത്തിന്റെ ഭയത്തിന്റെ ശക്തിയുമായി നിന്നോട് പോരടിച്ചുകൊണ്ടിരിക്കുക, മല്ല് കെട്ടിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ക്രിസ്തുവുള്ള വിശ്വാസത്തിന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കേണ്ടത്. ഹല്ലേലൂയ. ആ ശക്തി പ്രവർത്തനരഹിതമായി മാറരുത്. അപ്പൊ സാത്താൻ അല്ലെങ്കിൽ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് നിനക്ക് മുമ്പിൽ വരുമ്പോൾ അതെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയണം. സാത്താൻ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് വരും. നമുക്ക് കണ്ട പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല. അതിനാണ് കർത്താവ് വിവേചനപരം. നിന്റെ അരികിൽ വരുന്നവൻ ആരാണ്, നിന്റെ അരികിൽ വരുന്നവൾ ആരാണ്, അവൻ നിന്നോട് സംസാരിക്കുമ്പോൾ നീ അവനെ ശരിക്കും വിവേചിക്കണം. എന്താണ് അവർ പറയുന്നത്, നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണോ എന്ന് നിങ്ങൾ സൂക്ഷ്മതയോടെ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വന്ന് പറയുന്ന വാക്കുകൾ കേട്ടാൽ നമ്മൾ ഒരു പക്ഷേ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. പ്രൈസ്. എല്ലാവരും ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അല്ലെ, ഈ ലോകത്തിലുള്ള എല്ലാവരും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യൻ പറഞ്ഞ വാക്ക് പാലിക്കാത്തവന്, മനുഷ്യൻ പറഞ്ഞ വാക്ക് പാലിക്കത്തില്ല. വാക്ക് പാലിക്കുന്ന മനുഷ്യനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. എന്നെ അടക്കം പറയുന്നേ പലപ്പോഴും വാക്ക് മാറും, ചൂട് മാറ്റി ചവിട്ടും. ഹല്ലേലൂയ. പക്ഷെ ദൈവം അങ്ങനൊന്നുമില്ല കേട്ടോ. കർത്താവ് വാക്ക് മാറത്തില്ല, ചൂട് മാറ്റത്തില്ല. കർത്താവ് പറഞ്ഞ എൻ്റെ കാൽച്ചൂട് പിന്തുടരുവാനാ, ഒരിക്കലും ആ കാൽച്ചൂട് മാറ്റാത്തവൻ. പ്രൈസ് ദി ലോർഡ്. അതെ, തടാകത്തിൽ കാറ്റും കോളും ഉണ്ടായതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരുപാട് കോളിളക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ കോളിളക്കത്തിന്റെ അനുഭവത്തിലൂടെ ആയിരിക്കും നീ കടന്നു പോകുന്നത്. തലമൂടി പ്രശ്നങ്ങളായിരിക്കാം. അല്ലെ, തലമൂടി പറഞ്ഞ കാൽപ്പാർന്നത് തലയ്ക്ക് മുകളിലെ പ്രശ്നങ്ങളൊക്കെ ഇതിൽ പറയുന്നേ. അങ്ങനെയൊക്കെ ആയിരിക്കാം. എങ്ങനെയാകട്ടെ, വിശ്വാസം എന്ന് പറയുന്ന വലിയ ശക്തി നിന്റെ പ്രവർത്തിക്കുന്നെങ്കിൽ, ക്രിസ്തു എന്ന അടിസ്ഥാനക്കല്ല്, വിശ്വാസത്തിന്റെ മൂലക്കല്ല് നിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അത് പരിചയമായി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർപരിചയമായി ഉണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ഈ ദുഷ്ടശക്തികൾക്ക് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദുഷ്ടശക്തിക്ക് നിന്നെ വിട്ടുകൊടുക്കരുത്. അതൊരു തീരുമാനം നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, ദുഷ്ടശക്തി, അവിശ്വാസം എന്ന് പറയുന്ന, ഭയം എന്ന് പറയുന്ന ആ ദുഷ്ടശക്തിക്ക് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ സമയമില്ല, എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ഇടമില്ല. അവന്റെ പിന്നാലെ ഞാൻ പോകത്തില്ല, അവന്റെ വാക്ക് കേൾക്കത്തില്ല. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്ന ഒരു യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയായി എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവിശ്വാസമേ, ഭയമേ പുറത്തുവാൻ കൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് എല്ലാ അധികാരവും തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അധികാരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന് വചനം പറയുമ്പോൾ നമുക്ക് വെളിച്ചമായി അലിയ കർത്താവുണ്ട്, ലോകത്തിന്റെ വെളിച്ചമായി.
ഏതും മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമെന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുന്നത്. അപ്പൊ ഏത് മനുഷ്യൻ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന ക്രിസ്തു നമ്മോടുകൂടെ നടക്കുമ്പോൾ ഇരുളിന്റെ ശക്തിയായിരിക്കുന്ന സാത്താൻ മാറിപ്പോകും. വെളിച്ചം വരുന്നിടത്ത് ഇരുൾ മാറുമല്ലോ. വെളിച്ചം വന്നാൽ പിന്നെ അവിടെ ഇരുളേ ഇല്ല. അപ്പൊ ഇരുള് കൊണ്ടുവരുന്നത് സാത്താന. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ആ ഇരുളിനെ മാറ്റുന്ന വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ ഉള്ളിൽ എപ്പോഴും വെളിച്ചമായി ഉണ്ടെങ്കിൽ അതിൽ നിന്റെ ഹൃദയത്തിനകത്ത് ഇരുള് കൊണ്ടുവരാൻ ശത്രുവിന് കഴിയില്ല. വെളിച്ചം ഇരുളിനെ നീക്കിക്കളയും. എന്നാൽ വെളിച്ചം ഉദിക്കുമ്പോൾ ഇരുൾ മറഞ്ഞ് ഓടിപ്പോകും. വെളിച്ചം ഉദിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇരുൾ എന്ത് ചെയ്യും? മറഞ്ഞോടിപ്പോകും. നമ്മളൊക്കെ ഈ സന്ധ്യാസമയത്തും പകലൊക്കെ നമ്മുടെ വീടുകളിൽ റൂമുകളിലൊക്കെ ചിലപ്പം വെളിച്ചത്തിന്റെ കുറവ് കാണുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ലൈറ്റൊക്കെ ഇടുന്ന എന്ത് ചെയ്യും? ആ ഇരുളങ്ങ് മറഞ്ഞോടിപ്പോകും. പിന്നെ ആ ഇരുള് കാണാനേ ഇല്ല. അതുകൊണ്ട് നിന്റെ ഉള്ളിൽ എപ്പോഴും ക്രിസ്തു വെളിച്ചമായി നിൽക്കണം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാ, ക്രിസ്തു വെളിച്ചമായി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനെ ഭയപ്പെടുന്നേ? സ്തോത്രം. നിങ്ങൾ തകരരുത്. ഒരുപക്ഷെ തകർച്ചയൊക്കെ നമ്മുടെ ജീവിതത്തിലാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നമുക്ക് താൽക്കാലികമായ ജീവിതമാണ്. സ്ഥിരമായി നമ്മളിവിടെ താമസിക്കാൻ വന്നവരല്ലേ, സ്ഥിരമായിട്ട് നമ്മളിവിടെ താമസിക്കാൻ വന്നവരല്ല. പണ്ട് മെതൂശലേക്ക് 969 വർഷം ജീവിച്ചെന്ന എന്ന് പറഞ്ഞാൽ ഇനി ആ 969 വർഷവും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ 70-80 ഇനി അല്പം കൂടെ ഒക്കെ കുറച്ച് മുന്നോട്ട് പോയാലും നാം ഇവിടെ മാറിക്കൊടുക്കണം. അല്ലേരിയ. പക്ഷെ ലഭിച്ച സമയം എന്ന് പറയുന്നത് അത് എത്രയാണെങ്കിലും വിശ്വാസത്തിന്റെ ശക്തി നിന്നിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വെളിച്ചമാകുന്ന ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നീ യാത്ര ചെയ്ത് ഇരുളിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഓടിച്ചു കളയണം. പ്രയോഗിച്ചോ. പലരുടെയും ജീവിതത്തിൽ ഇരുളാവുന്നത്. ഇരുളെന്ന് പറഞ്ഞാൽ സാത്താൻ വന്ന് കൂടിയിരിക്കുക പലരുടെയും ജീവിതത്തിൽ. പല കുടുംബങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ പാസ്റ്റേ വീട്ടിനകത്ത് മുഴുവൻ ഇരുളിൻ്റെ അനുഭവമാണ്. അങ്ങനെ നിങ്ങൾ കേട്ടോ? ഞാൻ ഈ പ്രാർത്ഥിക്കാനൊക്കെ ഒരുപാട് പേരോട് കാണുകയും കേൾക്കുകയും സമീപിക്കുകയും അവരെന്നെ സമീപിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയുന്നത്. ഇരുള് അല്ലേരിയ. ഇതൊക്കെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതുമാകട്ടോ. ചേത്തം ചെയ്യാൻ. അപ്പൊ ഇവിടെ നമുക്കിടെ നീതി സൂര്യനായ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഉദിക്കുമ്പോൾ പാതാള ശക്തികൾ സൂര്യനെ കണ്ട അല്ലേരിയ മഞ്ഞ് പോലെ ഉരുകിപ്പോകും. അല്ലേരിയ. സ്തോത്രം. നീതി സൂര്യനായ കർത്താവ് നിന്റെ ഉള്ളിൽ ഉദിക്കുമ്പോൾ, ഞാനൊന്നുകൂടെ പറയാം, ഉദിക്കുമ്പോൾ അല്ലേരിയ പാതാളത്തിന്റെ ശക്തികൾ അല്ലേരിയ അവൻ സൂര്യനെ കണ്ടപ്പോൾ മഞ്ഞ് നീങ്ങിപ്പോയതുപോലെ നിന്റെ ജീവിതത്തിൽ നീതി സൂര്യനായി ക്രിസ്തു ഉദിക്കുമ്പോൾ പാതാള ശക്തികൾ നിന്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകും. അല്ലേരിയ. ഇന്നും നിന്റെ കുടുംബത്തെ പാതാള ശക്തികളാണ്. ആമേൻ. നല്ലൊരു ശതമാനം പക്ഷെ കുടുംബത്തിനെതിരെ ഭയങ്കര ബന്ധനമാണ്, മക്കൾക്കെതിരെ ഭയങ്കര ബന്ധനമാണ്, പോരാട്ടമാണ്. എന്നും ചിലർ പറയും പോരാട്ടമാണെന്ന് പറയും. സ്തോത്രം. ചില കുടുംബത്തിൽ നിന്ന് ഇന്നും പോരാട്ടം. അവർക്ക് പോരാട്ടമില്ലാത്തൊരു ദിവസവുമില്ല. എന്താണ് നിന്റെ ജീവിതത്തിൽ പോരാട്ടം മാറാത്തത്? എന്താണ് നീ പോരാട്ടത്തിനകത്ത് വീട് കിടക്കുന്നത്? എന്താണ് നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം മാറാതെ കിടക്കുന്നത്? തിരമാലകൾ അടിച്ചുയരുന്നത് പോലെ നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ അലയടിച്ചുയരുന്നതിന്റെ കാരണം എന്താണ്? നീതിസൂര്യനായ കർത്താവ് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിലും, നിന്റെ തലമുറയിലും, നിന്റെ ഭർത്താവിലും, ഭാര്യയിലും, മക്കളിലും, അപ്പനും അമ്മയിലും ഉദിച്ചിട്ടില്ലെന്നുള്ളതാണ്. അല്ലേ? അപ്പൊ നീതിസൂര്യനായ കർത്താവ് നിന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, പാതാളത്തിന്റെ ശക്തികൾ അല്ലെങ്കിൽ അവൻ സൂര്യൻ ഉദിച്ച് മഞ്ഞുരുകി പോകുന്നത് പോലെ ആ പാതാള ശക്തി ഉരുകിപ്പോയേനെ. അതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസമില്ലെങ്കിൽ നമ്മളെ പാതാള ശക്തികൾ ഇരുളിലേക്ക് തട്ടിക്കൊണ്ടു പോകും. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അതൊക്കെ കാണുന്നത്. അപ്പം ഭയപ്പെടേണ്ട, വിശ്വസിക്കുക എന്ന വാക്ക് വേദപുസ്തകത്തിൽ കർത്താവ് വളരെ ആവർത്തിച്ച് പറയുന്നത് കേൾക്കാൻ കഴിയും. അല്ലേ? നമ്മുടെ കർത്താവ് ഇപ്പോഴും ഉണ്ട്, വിശ്വസിക്കുക, ഭയപ്പെടേണ്ട. അത് ഇന്നും കർത്താവ് പറയുന്നത്, വിശ്വസിക്കുക, നീ ഭയപ്പെടരുത്. ഭയപ്പെടേണ്ട എന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം തൊട്ട് കാണാൻ കഴിയും. അല്ലേരിയ. ഭയപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഭയപ്പെടേണ്ട. തടാകത്തെ നിർമ്മിച്ചവൻ അല്ലേരിയ പടകിനകത്തുണ്ടെങ്കിൽ തടാകത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട പത്രോസേ. അല്ലേരിയ. അതിലെ തിരമാലകളെ, ഓളങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ട.
സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യുവതി യുവാക്കന്മാർ വരട്ടെ, തടാകത്ത് നിർമ്മിച്ച കർത്താവ് നീതി സൂര്യനായി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ ചെങ്കടൽ പോലെ ആയിരുന്നാലും അവൻ മാറിത്തരും. രക്തം ചെയ്യും. പ്രവീശോ, നിന്റെ കുടുംബത്തെ പോരാട്ടത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താന്റെ ശക്തികളെ നീ തകർത്തെറിയണം. രക്തം ചെയ്യും. അതിനെ നീ വലിച്ചു പുറത്തെറിയണം. പ്രൈസലോ, നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ വലിച്ചെറിയലേ, നമ്മളെടുത്ത് കളയും. പണ്ടൊക്കെ മുറ്റ അങ്ങോട്ട് വലിച്ചു അങ്ങനെ എറിയാൻ പറ്റും, എന്നാലും നമ്മൾ മാറ്റിക്കളയുമല്ലോ. നമുക്ക് വേണ്ടാത്തതിനെ എടുത്ത് കളയണം. പാതാളത്തിന്റെ ശക്തികളെല്ലാം നിന്നെ ഭരിക്കരുത്. പാതാളത്തിന്റെ വേദനകളല്ല നിനക്ക് വേണ്ടി, പാതാളത്തിന്റെ അനുഭവമല്ല നിനക്ക് വേണ്ടി. നിനക്ക് വേണ്ടി നീതി സൂര്യനായിരിക്കുന്ന കർത്താവിന്റെ പ്രകാശമാണ്, അവന്റെ സാന്നിധ്യമാണ് നിനക്ക് വേണ്ടിയത്. നിന്റെ കുടുംബത്തിനകത്ത് അത് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുക. നാളുകളായി നീ കരഞ്ഞ് കണ്ണുനീരോടുകൂടി വിലപിച്ചിരിക്കുന്ന ചില വിഷയത്തിന്റെ നിലയിലേക്ക് യേശു ഇറങ്ങി വന്നിട്ട് ആമയ പാതാളത്തിന്റെ ശക്തി ഇരുളിനെ മാറ്റിയിട്ട് നീതി സൂര്യനായിരിക്കുന്ന കർത്താവിന്റെ വെളിച്ചം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സഹോദരി, നിന്റെ ഉള്ളിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത്ര കാലമായി നീ മാനസികമായി ചില വിഷയം കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ജോലിക്ക് വേണ്ടി, ഒരു തലമുറയ്ക്ക് വേണ്ടി, ഒരു വീടിന് വേണ്ടി, കടക്കണി ഒന്ന് മാറാൻ വേണ്ടി, ഭർത്താവിന് നല്ല ജോലി കിട്ടാൻ വേണ്ടി, നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി, ഒരു നല്ല ജീവിതത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, കുടുംബത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടി, ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ സന്തോഷത്തിനായി എത്ര കാലമായി നീ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അത് നിന്റെ കുടുംബത്തിൽ തരാതിരിക്കത്തക്കതിൽ ആമല്ല, കാറ്റും കോളും കൊടുങ്കാറ്റും പേമാരിയും കോളിളക്കും ഒക്കെ നിനക്ക് നേരെ ഉയർന്നു വരുമ്പോൾ, ഹല്ലേലൂയ, സകലത്തെ നിർമ്മിച്ചവനായ നീതിസൂര്യനായ കർത്താവിന്റെ ആ വെളിച്ചം നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. അതിനുവേണ്ടി നിന്റെ ഹൃദയം ഒന്ന് വിശാലമാക്കി കൊടുക്കുക. അല്ലേ, നിന്റെ ഹൃദയത്തിന്റെ ഇരുട്ടും മാറണം. പ്രൈസലോ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന കർത്താവ് പലയിടത്തും പറയും. അതിൽ പറയുന്ന കാണാൻ കഴിയും. അപ്പൊ വിശ്വാസത്തിൽ ഒരാൾ ശക്തി ഉള്ളവനായിരിക്കുകയാണെങ്കിൽ എല്ലാ ഭയത്തിന്റെ ആത്മാക്കളിൽ നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയും. നമുക്ക് വിശ്വാസത്തിൽ ഉറപ്പ് വേണം, വിശ്വാസത്തിൽ ശക്തി ഉണ്ടായിരിക്കണം. അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ ഭയത്തിലും നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ, ജയം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനം ഭയത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് അത് വലിയൊരു പ്രശ്നമാണ്. ഭയത്തിന്റെ ആത്മാവ് നമ്മെ തകർത്തുകളെ രോഗിയാക്കി മാറ്റും. ഹല്ലേലൂയ. അപ്പം വിശ്വസിച്ചാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മലകൾ പോലും നീങ്ങിപ്പോകുമെന്നാണ് വചനം പറയുന്നത്. വിശ്വസിച്ചാൽ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 22-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. വിശ്വാസം പ്രവർത്തിക്കണം. എന്താണ് യേശു അങ്ങനെ പറയാൻ കാരണം? യേശു പറയാൻ കാരണം എന്താണ്? അല്ലെ, ഫലമില്ലാത്ത അത്തി യേശു ശപിക്കുക. രാവിലെ അവൻ നഗരത്തിലേക്ക് പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്കൽ ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും ഇല്ല കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടപ്പോൾ, ഹല്ലേലൂയ, അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു പറഞ്ഞ മറുപടിയാണ്, ഹല്ലേലൂയ, നമ്മൾ വായിക്കുന്നത്. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങൾ ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അതായത് വിശ്വാസമാണ്. ഇതും വിശ്വാസമോ? വിശ്വാസമില്ലെങ്കിൽ ആത്മജീവിതം നാമെ ഒരിക്കലും വിജയിക്കത്തില്ല. ആത്മജീവിതം വിജയിക്കണമെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം വേണം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് മാത്രമേ നിന്നെ മുന്നോട്ട് നയിക്കാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അവിശ്വാസം നീങ്ങിപ്പോകും. ഹല്ലേലൂയ. രക്തം ചെയ്യാൻ പലരും കരകയറുവാൻ കഴിയാതെ, ഉയർച്ചയില്ലാതെ, മുന്നോട്ട് പോകാൻ കഴിയാതെ തകർന്ന് തരിപ്പുറമായി കിടക്കുക. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രത്യേകത, 4 വശവും നമുക്ക് അടഞ്ഞേക്കാം. 4 വശം അടഞ്ഞേക്കാം. എല്ലാ വഴികളും അടഞ്ഞേക്കാം. എല്ലാ വാതിലുകളും അടഞ്ഞേക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട്. ഞാനൊക്കെ എങ്ങനെ ഒത്തിരി പോയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയാണ്.
എല്ലാ വാതിലുകളും അടഞ്ഞ് 4 വഴികളും അടഞ്ഞ് എന്ത് ചെയ്യുമെന്നൊക്കെ ഓർക്കുന്ന ചില നിമിഷങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരനുഭവം എനിക്കുണ്ട്. പ്രൈസറോ. പക്ഷെ എൻ്റെ വിശ്വാസം എന്ന ശക്തിയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള അവിശ്വാസമൊക്കെ എൻ്റെ ഉള്ളിൽ കൊണ്ടുത്തരുമ്പോൾ, പിശാച് കൊണ്ടുവരുമ്പോൾ, അവിശ്വാസത്തിൽ ഭയത്തിന്റെ അടിമയായി ഭയത്തിന്റെ ആത്മാവിനാൽ എന്നെ പിശാച് ബാധിക്കാൻ ഒരുങ്ങുമ്പോൾ, നീതിസൂര്യനായിരിക്കുന്ന കർത്താവ് വെളിച്ചമായി എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് പറയുക, നിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ശക്തി പ്രവർത്തിക്കട്ടെ. സകലത്തെ നിർമ്മിച്ചവൻ ഞാനാ, ഉണ്ടാക്കിയവൻ ഞാനാ, നിന്നെ സൃഷ്ടിച്ചവൻ ഞാനാ, എന്റെ ശ്വാസമാ നിന്റെ ഉള്ളിൽ കിടക്കുന്ന, എന്റെ ജീവനാ നിന്റെ ഉള്ളിൽ കിടക്കുന്ന, ഞാനാ നിന്നെ വീണ്ടെടുത്തത്, ഞാനാ നിന്നെ രക്ഷിച്ചതിന്റെ പാപത്തെ കഴുകി, നിന്റെ കറകളെ കഴുകി, നിന്റെ അവിശ്വാസത്തിൽ നിനക്ക് വിശ്വാസം എന്ന് പറയുന്ന ശക്തി നിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഞാനാ. അതുകൊണ്ട് നീ മലയോട് വിശ്വാസത്തെ നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അതങ്ങനെ തന്നെ ചെയ്യുമെന്ന് പ്രയോഗിച്ചോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾക്ക് വരാൻ കേട്ടോ. പക്ഷേ കർത്താവ് കൂടെയുണ്ട്, യേശു കൂടെയുണ്ട്, നിന്നെ കൈവിട്ട് കളയില്ല. വിശ്വസിക്കുന്ന മാതാവേ, ഞാൻ അങ്ങനെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഭാരപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഡെയിലി സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രാർത്ഥനയ്ക്കാകട്ടോ. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഞാൻ പ്രാർത്ഥനയ്ക്ക്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം. ഒന്നുകൂടെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം എൻ്റെ യേശുവാണ്. കാരണം യേശു ഉണ്ടായിരുന്നു കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. യേശു ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി എന്തായനെ? യേശു ഈ ലോകത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ സ്ഥിതി എന്തായനെ? യേശു ഈ ലോകത്തിലേക്ക് വന്ന് ക്രൂശിൽ മരിച്ചിട്ടായിരുന്നുവെങ്കിൽ എൻ്റെ സ്ഥിതി എന്തായനെ? അവന്റെ രക്തം എനിക്ക് വേണ്ടി അവന്റെ ശരീരം ഉഴവിലാലുപോലെ കീറിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഞാൻ ആ പാപത്തിന്റെ ശാപത്തിന്റെ പാതാള ശക്തിയുടെ അധീനതയിൽ കിടന്ന് ഞാൻ തകർന്ന് തരിപ്പണമായി പോയനെ. പക്ഷേ വിശ്വാസത്തിന്റെ നായകൻ, മൂലക്കല്ലായിരിക്കുന്ന, അടിസ്ഥാനക്കല്ലായിരിക്കുന്ന, വിശ്വാസത്തിന്റെ ശക്തിയുടെ ഉറവിടമായിരിക്കുന്ന സകലത്തിൽ സൃഷ്ടിച്ചവനായ സൃഷ്ടാവ് എന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, ഹല്ലേലൂയ, എന്റെ ഉള്ളിലെ പാതാളത്തിന്റെ ഇരുളുകൾ മാറി വെളിച്ചമെന്നിൽ പ്രകാശിച്ച വെളിച്ചമാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന യേശു. ഹല്ലേലൂയ. രക്തം ചെയ്യാം. അതേ മാതാവേ, കഷ്ടം മാറും, സങ്കടം മാറും, ദുഃഖം മാറും. സഹോദരി, നീ കരഞ്ഞതിനൊക്കെ മറുപടിയുണ്ട്, നീ ദുഃഖിക്കുന്നതിനൊക്കെ മറുപടിയുണ്ട്. ഹല്ലേലൂയ. മാരകമായ വ്യാധിയാൽ ഭാരപ്പെടുന്നില്ലേ? ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, മനുഷ്യനെ ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളാണ്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും പലർക്കും നാം വലിയ അളവിൽ കൂടുതലാണ്. മനുഷ്യന്റെ ശരീരത്തെ കാർന്നെടുക്കുന്ന, ജീവനെ അപഹരിക്കുന്ന അനവധി അറ്റാക്കുകൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകരുത്. എൻ്റെ മരണകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്ന യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് അവന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് നീ വിശ്വാസത്തെ മുന്നോട്ട് പോകണം. ദൈവം പ്രമാണമില്ല, നമ്മൾ അനുസരിക്കണം, പ്രമാണത്തിൽ നിൽക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറയാൻ ഹല്ലേലൂയ. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ദൈവത്തിൽ വിശ്വാസം വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുവെന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 33, 34, 35 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ വായിക്കുന്നു. അതിൽ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, നീതി നടത്തിപ്പിച്ച്, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, അഗ്നിയുടെ ബലത്തെ കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ പരാക്രമശാലികളായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് തിരികെ കിട്ടി എന്നൊക്കെ വിശ്വാസ വീരന്മാരെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇതൊക്കെ വായിക്കുമ്പോഴേ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിറയണം. വിശ്വാസം ഉണ്ടെങ്കിൽ സകലത്തെ തകർത്ത് നീ ജയാളിയായി മുന്നേറും. പ്രേക്ഷകർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടുവെന്ന് ഉൽപ്പത്തി പുസ്തകമൊക്കെ 15:6 വായിക്കും കാണും. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഒന്നാമതായി അത് ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. അബ്രഹാം തനിക്കൊരു സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ചു. അബ്രഹാം തനിക്ക് സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ലഭിക്കുമെന്ന് ദൈവം പറഞ്ഞ വാക്കുകൾ അതുപോലെ വിശ്വസിച്ചു. അത് ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചു. അല്ലെങ്കിൽ അത് അബ്രഹാമിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. അദ്ദേഹത്തെ ഒരു വാക്ക് പറഞ്ഞാൽ നീ വിശ്വസിക്കണം. ഞാൻ വായിച്ച ഗ്രന്ഥത്തിലേക്ക് വരട്ടെ. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അതെ, നമ്മുടെ വിശ്വാസം ഇവിടെ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ വിശ്വാസം ശോധന ചെയ്യട്ടെ എന്നിട്ട് പറയുന്നത്, അവൻ നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞ് അവരോ ഭയപ്പെട്ടു.
ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അത് തടാകത്തെ നിർമ്മിച്ചവൻ കൂടെയുണ്ടെങ്കിൽ, ഉലകത്തെ നിർമ്മിച്ചവൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടണം? അത് നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളെ കർത്താവ് ഈ പുതിയ മാസത്തിൽ തരാൻ പോവുക. നമുക്കറിയാം അല്ലെ, ഈ മാസം തീരുവാൻ നാളെ ദിവസമാണ്. ഈ പുതിയ മാസം ഏപ്രിൽ മാസത്തിലേക്ക് തുടക്കം ആരംഭിക്കുന്ന ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യും. ഇരുളിന്റെ അധീനതയിൽ നീ കിടന്ന നാളുകൾ മാറി നീതിസുഖനായിരിക്കുന്ന കർത്താവിന്റെ വെളിച്ചം നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ, വെളിച്ചം വീശാൻ പോവുകയാണ്. ഇരുള് മാറും കേട്ടോ. വിശ്വസിച്ചോടൊപ്പം പ്രാർത്ഥിക്കാവൂ. ഇങ്ങനെ പറഞ്ഞാൽ മതി: തടാകത്തെ നിർമ്മിച്ച കർത്താവേ, തടാകത്തിൽ കിടക്കുന്ന പടകിനകത്ത് അങ്ങോട്ടല്ലോ, ഹല്ലേലൂയ. പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? ശിഷ്യന്മാർ ഭയപ്പെട്ടവർ ഭയപ്പെടരുത്. അത് ഈ ലോകമാകുന്ന തടാകത്തിൽ നീ ജീവിതമാകുന്ന പടക്, നീ ആ പടകിൽ യേശു ഉണ്ടെങ്കിൽ പിന്നെ നീ ഒന്നിനും ഭയപ്പെടണ്ട. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങൾ 800 കോടി ജനത്തിനായി അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, രാജ്യരാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ക്ലൈമറ്റ് മേഖലയിലായിരിക്കുന്ന ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർദ്ധന്യത്തിലും അനുഭവത്തിലും വസനയാചോഫന ചുഴലി തടവറയിലായിരിക്കുന്ന നിയമനിർമ്മാണ രംഗത്ത്, ജുഡീഷ്യൽ രംഗത്ത്, അല്ലെങ്കിൽ മതമേലാളന്മാരും മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയക്കാരെയും സകല കർത്താവ് ജനത്തെയും, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, മീഡിയ മാധ്യമം നിൽക്കുന്നവർ, നിരീശ്വരവാദികൾ, വിദ്യാവാദികൾ, ദൈവമില്ലെന്ന് പറയുന്ന മൂടന്മാരടക്കം, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികളടക്കം, വർഗീയ വിഷം തുപ്പുന്ന, വർഗീയ വിഷം ചീറ്റുന്ന എല്ലാ ആടലി പോലെ സ്വഭാവമുള്ള സകല ജനത്തെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ ജനം മാനസാന്തരപ്പെട്ട് കർത്താവിൽ തകർന്നു നുറുങ്ങി കണ്ണുകളുടെ വേദനയുടെ കഷ്ടതയുടെ സങ്കടത്തിൽ ദുഃഖ കടന്നു ചില കുടുംബങ്ങളുണ്ട്. മക്കളെക്കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, അപ്പനമ്മമാരെ കുറിച്ച്, ആമി ജീവിതത്തിലെ വിവിധമായി മാരകമായ രോഗങ്ങളെക്കുറിച്ച്, വിവിധമായ ബന്ധങ്ങൾ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ വിടുതൽ, ആശ്വാസം കർത്താവ് കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.